അമ്മ ഒരു കോഫി തരുമോ? ഇതാര്? പേടിക്കണ്ട, ഞാൻ തന്നെയാ. ഇതെന്താ ഹെൽമെറ്റ് ഒക്കെ ഇട്ടിട്ട്? അയ്യോ, ഇവിടെ ഭയങ്കര കംപ്ലൈന്റ് അല്ലേ, ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിനകത്ത് മുഴുവനും മുട്ടിയാന്ന്. എന്നാ പിന്നെ ഇനി അങ്ങനെ ഒരു കംപ്ലൈന്റ് വേണ്ട, അതിനൊരു മാർഗം ഞാൻ കണ്ടെത്തി. ഹെൽമെറ്റ് എങ്ങനെയുണ്ട്? ഞാൻ വിചാരിച്ചു അടുക്കളയിൽ വല്ല അപകടവും സംഭവിച്ചു. ഓ, ഇതിൽ കൂടുതൽ വലിയ അപകടം നടക്കാനുണ്ടോ? ഈ അടുക്കള തന്നെയാണ് വലിയൊരു അപകടം. ചെലവന്മാരമ്മേ കല്യാണം കഴിക്കാൻ നേരത്തെ പറയും മുട്ടറ്റ മുടിയുള്ള പെണ്ണിനെ വേണമെന്ന്. എന്നിട്ട് അവന്മാർക്ക് ഫുഡിന്ന് ഒരു മുടി കിട്ടിയാലോ? പിന്നെ എന്താ മുടിയില്? ഭക്ഷണത്തിലിട്ട് കൊടുക്കാനുള്ളതാണോ മുടി? സ്നേഹമുള്ള ഭാര്യമാര് കുക്ക് ചെയ്ത് ഫുഡ് കൊടുക്കുമ്പോ ഒരു മുടി കിട്ടിയെന്നൊക്കെ വരും. എന്നാലേ ഇങ്ങോട്ട് നോക്കേ, മോളൊരു കാര്യം ചെയ്യും. മോളുണ്ടാക്കുന്ന കറിക്കകത്തെ ശകലം മുടിയിട്ട് കൊടുക്കുക. എന്നിട്ടേ ആ വായിച്ച പുസ്തകം ഉണ്ടല്ലോ, അതും കൂടെ ഇളക്കിയോ കൊടു. അമ്മ ഇന്ന് ഭയങ്കര കലിപ്പിലാണല്ലോ. എന്റെ പൊന്നമ്മ, ആ ഹെൽമെറ്റ് ഒന്ന് മാറ്റി, നല്ല കോമഡി ആയിട്ടുണ്ട്. അല്ലമ്മ കോഫി. അയ്യോ, എന്റെ പൊന്നുമോള് പൂച്ചുന്നത് ആ കോഫി. ഇതായിരുന്നു കോഫി. എന്റെ അമ്മ എന്തൊരു ടേസ്റ്റാ. ഈ അടുത്ത കാലത്തൊന്നും ഇത്ര നല്ല കോഫി ഞാൻ കുടിച്ചിട്ടില്ല. എന്താ ഇതിന്റെ രഹസ്യം? അതിന് ചില മൂലതന്ത്രങ്ങളൊക്കെ ഉണ്ട്, നിനക്കൊന്നും പറഞ്ഞു തരത്തില്ല. ഇവിടെ ഞാൻ കെട്ടി കേറി വരുന്ന പെണ്ണുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തോളാം. എങ്ങനെയുണ്ട് താമസമൊക്കെ? പെർഫെക്റ്റ്. സ്കൂളിൽ വർത്തമാനം പറഞ്ഞു അതൊക്കെ കൊണ്ടുവച്ചേ ചെല്ലേ. മോളും വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പ ഇഷ്ടമാണ് പോലെ, അപ്പം ഇഷ്ടമാണ്. ആകാശേ പാടാ, അമ്മ നല്ല അപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് നല്ലതാന്നുള്ളത് അമ്മ മാത്രം പറഞ്ഞാൽ മതിയാ. ഉണ്ടാക്കിയ ആളെ അങ്ങ് പറയാ നല്ലതാന്ന്. ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് റിവ്യൂ പറയാം. എടാ, ഇനിയിപ്പോ നിന്റെ റിവ്യൂ ഒന്നും ആവശ്യമില്ല. ഓൾറെഡി അമ്മയ്ക്ക് ഒരു നല്ല സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു. അമ്മയ്ക്കാ സർട്ടിഫിക്കറ്റോ? എവിടുന്ന്? ഓ, എന്നാ പിന്നെ നിങ്ങൾ ഇവിടെ ഇരുന്ന് കഴി, ഞാൻ അടുക്കളയിൽ എങ്ങാനും പോയിരുന്ന് കയറ്റാം. നീ അവിടെ ഇല്ലടാ. ചേട്ടൻ അതിന് അടുക്കളയിൽ പോയിരുന്ന് കഴിക്കുന്ന, അവിടെ ഇരുന്ന് കഴിക്കേ. ചേട്ടനാ? ആരടി നിന്റെ ചേട്ടൻ? ഓരോന്നൊക്കെ വന്നോളൂ, ചേട്ടാ, കഴിച്ചുകൂടും. എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിന്റെ സുഖം വേറെ തന്നെയാ. അതെനിക്കറിയാം, അതുകൊണ്ടാ പറഞ്ഞത് നിന്റെ വീട്ടിൽ പോയിരുന്ന് കഴിക്കാൻ. നിങ്ങൾ സെറ്റായ? ദോശ എടുത്തു. കുഴപ്പമില്ല കേട്ടോ അപ്പം. കഴിഞ്ഞ ദിവസം പറഞ്ഞൊന്നും ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിച്ചിട്ടില്ല. എന്ത്? നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സാന്ന് പറഞ്ഞത്. അതിന് നീ എന്തിനാ വിശ്വസിക്കണം? നീ പോടാ. നിനക്ക് കുറച്ച് നാളായിട്ട് തീരെ ബഹുമാനം ഇല്ലാണ്ടായി. അമ്മ അച്ഛാ എൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിക്കോ, ഞാൻ അവൻ്റെ ചേട്ടനാന്നുള്ളത്. നിർത്തടേ, ചുമ്മാ ഓരോന്നിനൊക്കെ വിളിച്ചോണ്ട് വന്നാലും കുടുംബത്തെ തെറ്റിക്കാനായിട്ട്. ഒന്നും മിണ്ടാകടാ. മോള് കരയണ്ട, ഇവന്മാരിങ്ങനെ ഓരോന്നൊക്കെ പറയും. ഇപ്പൊ പ്രാന്ത. നീ വരേക്ക് ഭക്ഷണം കഴിക്കും കേട്ടോ. കരച്ചിലൊന്നുമില്ല അച്ഛാ, ആ സ്റ്റേജൊക്കെ എന്നോ കഴിഞ്ഞ. പിന്നെ ഏട്ടൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചൂടെന്ന്? എനിക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഞാൻ ചെറുതാകുമ്പോഴേ എൻ്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ആയിരുന്നു. അതിന് തൊട്ട് മുമ്പ് വരെ അവർ തമ്മിൽ എന്നും അടിയായിരിക്കും. അടി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ വീട്ടിലുണ്ടാകുന്ന പോലത്തെ അടിയല്ല, ഒരു സമാധാനം ഉണ്ടാവില്ല. നിങ്ങളിവിടെ അടി കൂടുമ്പോഴും അതിലൊരു സ്നേഹമുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ കിട്ടാത്തൊരു സമാധാനവും സന്തോഷവും സ്നേഹവും ഒക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. സമാധാനമായല്ലോ ഇപ്പൊ? ഓരോന്നും പറഞ്ഞാൽ കുഞ്ഞിനെ ചുമ്മാ വിഷമിപ്പിച്ചു. ചുമ്മാ അല്ലടാ, ഈ ദുഷ്വിചാരം കൊണ്ട് അതിനൊക്കെ പെണ്ണുകിട്ടാ പോയത്. അതിന് ഞാൻ
അല്ല അതും ഇതായിട്ട് എന്താ ബന്ധം? എന്താ അത്? ഷടാ പോയി വല്ല പെണ്ണ് കേട്ടടാ. ഇതെന്താടത്? കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണോടാ. അതിന് നീയല്ല കരയിച്ചത്. ഇനി ശ്രദ്ധിച്ചാൽ മതി. എന്തൊരു പാടുறது